ഇൻവിസിബിൾ ചെയിൻ ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അതായിരുന്നു എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്. അതിന് നല്ല സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ടാണ്, മറ്റൊരു ഇൻവിസിബിൾ ചെയിൻ മേക്കിംഗ് ആയിട്ടാണ്. ഈ മാല ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ലക്ഷ്മി ദേവിയുടെ ടെമ്പിൾ കൈൻഡ് ഓഫ് ഒരു ലോക്കറ്റ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഇൻവിസിബിൾ ചെയിൻ ആണ്. 5 ലോക്കറ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഓരോ പെൻഡന്റിലും ഓരോ സ്റ്റോൺസ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ഗോൾഡ് ഇൻവിസിബിൾ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് എന്റെ കഴുത്തിന്റെ അളവിൽ എടുത്തിട്ട് ഞാനത് സെന്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിഡിൽ പോർഷൻ. പഞ്ചാരമുത്തില്ലേ, ചെറിയ മുത്ത്. എന്റെ കയ്യിൽ എക്സാക്ട് ഗോൾഡ് അല്ല, എന്നാലും ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന പഞ്ചാരമുത്ത് 2 സൈഡിലും ഇട്ട് കൊടുത്തിട്ട് ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്യും. പ്രോസസ് സെയിം ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലോക്കറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം സെയിം ആക്കാൻ നോക്കുക. അങ്ങനെ ഫസ്റ്റത്തെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ പഞ്ചാരമുത്തിന് പകരം കുറച്ചുകൂടെ വലിയൊരു മുത്ത് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലോക്കറ്റ് ഇടയിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കളിക്കത്തില്ല. എന്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു മുത്ത് എടുത്ത്, എന്നാലും പോത്തൊന്നുമില്ല, ലോക്ക് ഉള്ളത് കൊണ്ട് പോത്തില്ല. അടുത്ത എവിടെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ലെങ്ത് നോക്കിയിട്ട് തമ്മിൽ വെച്ച് നോക്കിയിട്ട് ലെങ്ത് നോക്കിയിട്ട് അവിടെ ഒരു ലോക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പഞ്ചാരമുത്ത്, പിന്നെ ഈ ലോക്കറ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു പഞ്ചാരമുത്ത്, അത് കഴിഞ്ഞിട്ട് ഗിയർ ലോക്ക്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ് ചെയ്യുന്നത്. ഈ പ്രോസസ് ഒരു 3 പ്രാവശ്യം കൂടെ കണ്ടിന്യൂ ചെയ്യുക. കാരണം നമുക്ക് 5 ലോക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ലോക്കറ്റ് ലാസ്റ്റ് ഇതിന്റെ ഹുക്ക് പിടിപ്പിക്കുന്നുള്ളത്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ആദ്യം ഗിയർ ലോക്ക് ഇറക്കുക. ത്രെഡ് ആ ഗിയർ ലോക്കിന്റെ ഉള്ളിൽ കൂടെ ഇറക്കിയിട്ട് ആവശ്യം വേണ്ട ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് റിംഗ് ഉണ്ടല്ലോ, റിംഗ് നമുക്ക് വെച്ച് കൊടുക്കാം. എക്സ്ട്രാ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിംഗ് കണക്ട് ചെയ്ത് കൊടുക്കാമല്ല. ഒരു റിംഗ് നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ റിങ്ങിന് പകരം മറ്റേ ലോക്ക് കിട്ടുമല്ലോ, അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഫൈനലി നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻ, സിമ്പിൾ ഇൻവിസിബിൾ ചെയിൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയണേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.